ഗണേശ ഗണേശ, ഇത്തവണ ഞങ്ങൾക്ക് തന്നെ പ്രൈസ് കിട്ടണേ. ആ പൈസ ഞാൻ സീതമ്മയ്ക്ക് തന്നെ കൊടുത്തോളാം. ഗണേശ, നീ എന്നെ ഹെലികോപ്റ്ററിൽ കയറ്റി പറപ്പിക്കുമെന്ന് പറ. നീ എൻ്റെ അടുത്ത് ഊന്ന് പറഞ്ഞാൽ ഞാൻ അപ്പം തന്നെ ഉപവാസം നിർത്തിക്കോളാം. ഓക്കെ അല്ലേ? പ്ലീസ് ഫ്ലൈ ചെയ്യിപ്പിക്ക് പ്ലീസ്. ചേച്ചി ചേച്ചി, ഗണേശ വന്നു. ഗീത, ശ്വേത, ആരതി തട്ട് കൊണ്ടുവാ. അവിടെ നിൽക്കൂ. ആരതി എടുത്തിട്ട് വേണം അകത്ത് കൊണ്ടുവരാൻ. ഒന്ന് വേഗം കൊണ്ടുവാ. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഗണേശനല്ലല്ലോ. ഇതാ റാം സാറ് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർഡർ ചെയ്ത ഗണേശൻ എവിടെ? അത് മറ്റൊരിടത്തേക്ക് പോയി മാഡം. മറ്റൊരിടത്തേക്കോ? നമം ദേവവൃന്ദം രസദ്വേദഗന്ധം ശിരശ്രീമദിന്ദും ശ്രിതാശ്രീമുകുന്ദം ബൃഹച്ചാരുസുന്ദം സ്തുതശ്രീസനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്ദം. നീ കാരണം ഞങ്ങൾക്ക് ഇത്രയും വലിയൊരു ഗണേശനെ കിട്ടിയത് മോനെ. എല്ലാ കൊല്ലവും ഗണേശനെ കാണാൻ അടുത്ത ഗ്രാമത്തിൽ പോണമായിരുന്നു. ഈ വർഷം നമ്മുടെ അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വന്നു. അല്ല പിന്നെ എന്താണെങ്കിലും ഇത് നിന്റെ കഴിവടറാം. അയ്യോ സാർ, ഇതെന്റെ കഴിവൊന്നുമല്ല. സിഹി മനസ്സ് വെച്ചില്ലായിരുന്നു ഇതൊന്നും നടക്കുമായിരുന്നില്ല. ആക്ച്വൽ ക്രെഡിറ്റ് ഗോസ് ടു സിഹിക്ക് അവളുടെ ഫ്രണ്ട്സിനുവാ. എന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാ അതില് നീയും ഉണ്ടാവില്ലേ ഫ്രണ്ട്? സിഹി, നമ്മുടെ ഗണപതിയെ കാണാൻ പ്രൈസ് കൊടുക്കുന്നവര് വരുന്നുണ്ട്. അവരോട് നമ്മൾ നമ്മുടെ ഗണപതിയെ കുറിച്ച് പറയണോ അത്രേ? ഫ്രണ്ട്, ഗണപതിനെ കുറിച്ച് പറയണത്രേ. നീ സംസാരിക്കോ? ഇല്ലില്ല, നിങ്ങൾ ആരെങ്കിലും സംസാരിച്ചാ മതിയെന്നേ. നീ എന്താ ഈ പറയുന്നേ? കുട്ടികളോട് പറഞ്ഞാ അവരെന്ത് സംസാരിക്കാനാ? അവര് കുട്ടികളല്ലേ, അവർക്ക് എന്തറിയാനാ? അങ്ങനെയല്ലേ, എന്റെ ഫ്രണ്ട് എല്ലാം അറിയാം. ഫ്രണ്ട് ഓക്കെ അല്ലേ? ഓക്കേ. ദേവമേ, സീതമ്മയ്ക്ക് പൈസ, എനിക്ക് ഹെലികോപ്റ്റർ റൈഡ് 2 നടത്തി തരണേ പ്ലീസ്. മറക്കല്ലേ. ഈ ഗണേശൻ ഈ വീട്ടിൽ വേണ്ട. ഇത് തിരിച്ചു കൊണ്ടുപോ. ചേച്ചി, വീട്ടിലേക്ക് വന്ന ദൈവത്തെ ഇങ്ങനെ പറഞ്ഞയക്കാൻ പാടില്ല ചേച്ചി. പ്രതിഷ്ഠ ചെയ്ത് കഴിഞ്ഞ് പൂജയും ചെയ്ത് കഴിഞ്ഞ ദൈവം, അതല്ലെങ്കിൽ അത് വെറും മണ്ണ്. എടുത്തോണ്ട് പോ. ഭക്തി ഉണ്ടെങ്കിലേ കല്ലും ഭഗവാനാ. ഭക്തി ഇല്ലെങ്കിൽ പിന്നെ ഭഗവാനും കല്ല. സാധന, നിന്റെ ഭർത്താവിനോട് വാ തുറക്കരുതെന്ന് പറ.
നമ്മൾ ഇതുവരെ കണ്ട ഗണപതിയെക്കാളും ഈ ഗണപതി ഇത്തിരി വ്യത്യസ്തമുള്ളതാണല്ലേ? അതെ, പക്ഷേ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ആരെങ്കിലും പറയണം. ആര് പറയും? സിഹി, നീയാണോ മോളെ സിഹി? സിഹി, എന്താ നിങ്ങളുടെ ഗണപതിയുടെ സ്പെഷ്യല്? ഈ ഗണേശൻ കൊറേ 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 സ്പെഷ്യലാ. അതെയോ? ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലല്ലോ. ഞങ്ങൾ കണ്ട എല്ലാ ഗണപതിയും ഭയങ്കര കളർഫുൾ ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ ഗണപതിക്ക് ഒരു കളറും ഇല്ലല്ലോ. ഞങ്ങളുടെ ഗണേശന്റെ സ്പെഷ്യാലിറ്റി ഇതാ, ഞങ്ങളുടെ ഗണേശന് ഒരു നിറവും വേണ്ട, വെറും മണ്ണ് കൊണ്ടുണ്ടാക്കിയതാ. അതിൽ പരട്ടുന്ന നിറങ്ങളൊക്കെ വിഷം ഉണ്ടാവും കേട്ടോ. അതെയോ? പാവം ഗണേശനും ബുദ്ധിമുട്ടണം. വെള്ളത്തിൽ ഒഴുക്കിയിട്ട അവിടെയുള്ള മീനുകൾക്കും കഷ്ട. ഗണേശന് പരട്ടിയ നിറം കാരണം വെള്ളം മുഴുവൻ വിഷവും. അപ്പോഴേ വെള്ളത്തിലുള്ള മീനും തവളയൊക്കെ ചത്തുപോകും. ആ വെള്ളം കുടിക്കാനും പറ്റില്ല. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്താ എല്ലാരും ചത്തുപോകും, വെള്ളവും വിഷവും. പക്ഷേ ഞങ്ങളുടെ മണ്ണിന്റെ ഗണേശൻ ആർക്കും ബുദ്ധിമുട്ടാവില്ല, എല്ലാവർക്കും നല്ലതേ ചെയ്യൂ. വാവ്, വെരി നൈസ് സിഹി. താങ്ക് യു. SIHI S capital. നിന്റെ ഗണേശനും നിന്നെ പോലെ സ്വീറ്റാ, നിന്നെ പോലെ ക്യൂട്ടുവാ. ഈ വർഷം ഞങ്ങൾ നടത്തിയ ഗണപതി കോമ്പറ്റീഷനിൽ നിന്റെ ഗണപതിക്ക് ഫസ്റ്റ് പ്രൈസ്. താങ്ക് യു ഫ്രണ്ട്. കൺഗ്രാറ്റ്സ്. സീതമ്മ ഇന്നാ. അതിന് നിനക്ക് ഞാൻ ഒന്നും തന്നില്ലല്ലോ. പിടി സീതമ്മ. നിന്റെ ഫ്രണ്ടിന് കൊടുക്ക, അവനല്ലേ ഹെൽപ്പ് ചെയ്തത്. സിഹിയുടെ പ്രസന്റേഷന് അവര് സമ്മാനം കൊടുത്തേ, അതുകൊണ്ട് അവള് പറയുന്നത് താനൊന്ന് കേക്ക്. ഇതാ, എനിക്ക് ഡാൻസ് കളിക്കണം. സിഹിമോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ട മുത്തശ്ശ. സംഭാരെങ്കിലും കുടിച്ചിട്ട് പോ. വേണ്ട മുത്തശ്ശി. വന്നേ ഡാൻസ് കളിക്കാം. ഇന്നിനെ അവന് ആർക്കും പിടിച്ചു നിർത്താൻ കഴിയില്ല. വന്നേ വന്നേ വന്നേ. ഭാർഗവ്, ഇനി എന്താ അടുത്ത പരിപാടി? മാച്ച് തുടങ്ങല്ലേ? അല്ല, നീ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോ പൂജ നടക്കുവോ ഇല്ലയോ? അല്ല ഭാർഗവി, നീ എല്ലാം അറേഞ്ച് ചെയ്യുന്നുള്ള കോൺഫിഡൻസില് ദൈവത്തെ വരവേൽക്കാൻ വേണ്ടി കോസ്റ്റ്യൂം എല്ലാം മാറി നിൽക്കുമായിരുന്നു. ഇനിയിപ്പോ ഇതൊക്കെ വേസ്റ്റ് ആയോ? കോസ്റ്റ്യൂം സൂപ്പർ ആയിട്ടുണ്ട്. കണ്ടിരുന്നെങ്കിൽ ദൈവം പോലും ചിരിച്ചു പോയനെ. അതിന് ദൈവം. ആഹാ. സാധന, നീ പോയി ഭക്ഷണമായോന്ന് നോക്ക്. എല്ലാം റെഡിയായി ചേച്ചി. ഒന്നൂടെ പോയി നോക്കാൻ. ശരി ചേച്ചി. നോക്ക്, എന്നെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രം നിന്റെ ഈ സംസാരമെങ്കില് വെറുതെ എന്നോട് സംസാരിക്കാൻ നിൽക്കരുത്. അതിനു വേണ്ടി മാത്രം ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് വന്നു പോകുന്നതാ ഭാർഗവ്. ഏയ്, അങ്ങനെ നിന്റെ വായ കൊണ്ട് എന്റെ പേര് പോലും ഉച്ചരിക്കാൻ നിൽക്കരുത്. അല്ല, വീട്ടിലേക്ക് കയറി വന്ന ദൈവത്തെ പുറത്തേക്ക് പറഞ്ഞയച്ച പെണ്ണാ നീ. അപ്പൊ ഈ വീടിനെ ഇങ്ങനെയാക്കുന്ന ഒരുത്തിയെ അങ്ങനെ വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇത്രയും കാലത്തിനിടയിൽ ഈ ഡയലോഗ് സൂപ്പർ. അപ്പൊ എന്താ ഭാർഗവ്, നമ്മുടെ വീട്ടിലെ പൂജ ക്യാൻസൽ ചെയ്യണം?
അച്ഛാ ആരതി എടുത്തോളൂ. പൂജ വേഗം തന്നെ ചെയ്തു തീർത്തല്ലോ. അതെ ഈശ്വര. നമ്മുടെ പൂജാമുറിയിലെ ഗണേശനെ തന്നെ പൂജ ചെയ്തത്. അപ്പോ ബിസിയാണെന്ന് തോന്നുന്നു. എന്ത് ബിസിയാന്നോ? അവനില്ലാതെ എന്ത് ആഘോഷാച്ച. അതുകൊണ്ടാ സിമ്പിളായിട്ട് പൂജ തീർത്തത്. അല്ല, നീ വിളിച്ചിട്ടും വന്നില്ല അല്ലേ അവൻ? അച്ഛനാണെങ്കിൽ അവനെ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങൾ മൊത്തം ഏൽപ്പിച്ചു. അവനോ രാമന്റെ പാതയിലുള്ളൊരു ഭക്തനെ പോലെ ഓഫീസിലെ ഉത്തരവാദിത്തങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. സാരമില്ലെന്നേ, അവന് തോന്നുമ്പോ അവൻ വരട്ടെ. അവൻ ബിസിയാണെങ്കിലും നീ അങ്ങനെ അവനെ വിടില്ലല്ലോ. ഞാൻ എന്താ അവനെ വെറുതെ വിടാൻ പോകുന്നു? ഒരിക്കലുമില്ല. ഇങ്ങ് വരട്ടെ. ഹലോ സൂരി. ഏയ്, നീ എവിടെയാടാ? എന്താ സൂരി? അശോക, നീയും എന്റെ അടുത്തുനിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ? സത്യം പറ, എവിടെ അവൻ? ആര്? ആ ചാളുക്കെ രാമോടാ. സൂരി, റാം എന്റെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് കിട്ടിയില്ലേ ഒരെണ്ണം സൈൻ ചെയ്യാൻ വേണ്ടി? അതിനെ കുറിച്ച് ഡിസ്കഷൻ ചെയ്യായിരുന്നു. അതിനിവിടെ വീട്ടില് സ്ഥലമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? ഒന്ന് മനസ്സിലാക്ക് സൂരി, വീട്ടിലൊക്കെ അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റുമോ? അതെന്താ പറ്റാത്തെ? ഓ, മനസ്സിലായി. ഭാർഗവിക്ക് വിഷമാവെന്ന് കരുതിയിട്ടാവും അല്ലേ? പാവം, മറ്റൊരാളുടെ മനസ്സിലുള്ള ഹിഡൻ അജണ്ട, അവരുടെ ആശയമൊക്കെ ഇവക്ക് മനസ്സിലാവില്ല. സഹായം സ്വീകരിക്കുന്നവരൊക്കെ സത്യത്തിൽ അതിന് അർഹതപ്പെട്ടവരാണെന്ന് വിചാരിച്ചിരിക്കുക. ഈ ബിസിനസ് പ്രപ്പോസലിൽ വിശ്വയുടെ സൈനുള്ളതല്ലേ നിന്റെ ടെൻഷനൊക്കെ കാരണം? Am I correct? സൂരി. ആ ശർമ്മ ഒരുപാട് സഹായിക്കുന്നതല്ലേ എന്ന് ഭാർഗവി ചോദിച്ചിട്ടുണ്ടായിരുന്നു. നീ ഒരു കാര്യം ചെയ്യ, ഈ പ്രപ്പോസൽ അയച്ചിട്ടുണ്ടായിരുന്നില്ലേ ഒരു ശർമ്മ, അയാളെ നീ ഒന്ന് പോയി മീറ്റ് ചെയ്യ. അത് കഴിഞ്ഞിട്ടേ സംസാരിക്കാം. പാവം ഭാർഗവി എല്ലാവരും അവളെ പോലെ തന്നെയാന്ന് വിചാരിച്ചിരിക്കുക. ബിസിനസ്സിലെ ഒന്നും പ്രവചിക്കാൻ പറ്റില്ല, ആരെ കുറിച്ചൊന്നും പറയാനും പറ്റില്ല മോനെ. കറക്റ്റ് സൂരി. കറക്റ്റ് എന്നും പറഞ്ഞ അവിടെ തന്നെ ഇരിക്കാൻ നിൽക്കണ്ട, വേഗം വീട്ടിലേക്ക് വാ, കാര്യമുണ്ട്. ഇല്ല, ഇതാ വരുന്നു സൂരി. ആ ശരി. ഇനി എത്ര ദിവസം ഇങ്ങനെ രാമന് വേണ്ടി കള്ളം പറയാ?
സിഹിമോളെ, സിഹി, സീത. സിഹി, സിഹി, സിഹിമോളെ, സിഹി, സിഹിമോളെ, സിഹി. റാം എന്ത് പറ്റി? സിഹി, സിഹി, സിഹി. സിഹി, എന്താ പറ്റിയേ? അറിയില്ല, അവള് ബോധം കെട്ട് വീണു. സിഹി, സിഹിമോളെ, സിഹി, സിഹിമോളെ. സിഹി, സിഹി, സിഹി കണ്ണു തുറക്ക്. സിഹി, സിഹിമോളെ, സിഹി, സിഹി പ്ലീസ് കണ്ണു തുറക്ക്. സിഹി, 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 സിഹി. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ കേൾക്കുന്നതായിരുന്നല്ലോ. വന്നു വന്ന് ബാഡ് ഗേൾ ആവുന്നുണ്ട്. സീതമ്മ എത്ര വിഷമിച്ചെന്നറിയോ? ഇനി നീ ഉപവാസം സത്യാഗ്രഹം എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുവോ? ഇനി മേലെ എങ്ങനെയൊന്നും ചെയ്യരുത്. ഓക്കെ അല്ലേ? ഷുഗർ ലെവൽ വളരെ കുറഞ്ഞിരിക്കുകയായിരുന്നു. ശ്രദ്ധിക്കേണ്ടതല്ലായിരുന്നോ? കൊണ്ടുവരാൻ കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഇതിപ്പോ വലിയ പ്രശ്നമായെന്നറിയാവോ? അവള് രാവിലെ മുതൽ എന്നോട് കള്ളം പറഞ്ഞോണ്ടിരിക്കുക ഡോക്ടർ. എന്റെ മുമ്പിൽ നിന്ന് ഭക്ഷണം എടുത്തോണ്ട് പോകും, എന്നിട്ട് അവളത് കഴിക്കില്ല. ഞാൻ പിന്നെ എങ്ങനെ അറിയാൻ ഇതൊക്കെ? സിഹി, ഇങ്ങനെയൊക്കെയാണോ ചെയ്യുന്നേ? നീ അമ്മയോട് സോറി പറ. അവൾ എന്നോട് സോറി ഒന്നും പറയണ്ട ഡോക്ടർ. ഞാൻ പറയുന്ന ഒന്ന് കേട്ടാ മതി. സോറി സീതമ്മ. ഇനി ഇങ്ങനെയൊന്നും ചെയ്യില്ലല്ലോ അല്ലേ? പ്രോമിസ് ചെയ്. പ്രോമിസ് ചെയ്യേ. നീ ഇനി ഇങ്ങനെയൊക്കെ ചെയ്താ എനിക്ക് പ്രോബ്ലം ആവൂലേ? പ്രോമിസ്. ഗുഡ് ഗേൾ. താങ്ക് യു ഡോക്ടർ. ബൈ. സിഹിമോളെ, എന്തു പറ്റി ചക്കരയ്ക്ക്? എന്തിനാ കരയുന്നേ? സിഹി, എന്തു പറ്റി? പറ പറ ഫ്രണ്ട്. ഇനി എനിക്ക് ഒരിക്കലും ഹെലികോപ്റ്ററിൽ പോകാൻ കഴിയില്ല. എന്നാര് പറഞ്ഞു? ഫ്രണ്ട്, ദൈവത്തിന് ഇനി എന്നോട് ദേഷ്യമായിരിക്കില്ലേ? എന്റെ സിഹിമോളോട് അങ്ങനെ ഒരു ദൈവത്തിനും ദേഷ്യം കാണിക്കാൻ കഴിയില്ല. അങ്ങനെ ദേഷ്യം കാണിച്ചാൽ അത് ദൈവമല്ല. ഇല്ല ഫ്രണ്ട്, ദൈവത്തിന് എന്നോട് ദേഷ്യമായിരിക്കില്ലേ? എന്റെ ഉപവാസം മുറിഞ്ഞു പോയില്ലേ? ഇനി എനിക്ക് ഒരിക്കലും ഹെലികോപ്റ്ററിൽ പോകാൻ കഴിയില്ല.
ഹെലികോപ്റ്ററിൽ കയറാൻ വേണ്ടി നീ ഉപവാസം ചെയ്തെന്നോ? വന്ന് വന്ന് നിന്റെ വാശി കുറെ കൂടുന്നുണ്ട് സിഹി. വല്യവര് ചെയ്യുന്നത് പോലെ നീ ചെയ്യാൻ പോകുന്നത് എന്തിനാ? വന്നേ. എന്റെ ഫ്രണ്ടിനപ്പ തീരെ ബുദ്ധിയില്ല. എന്നിട്ട് എന്നോട് എന്താ പറയാഞ്ഞേ? സീത വന്നേ. എവിടേക്കാ? അധികം ചോദ്യമൊന്നും വേണ്ട, ജസ്റ്റ് കം.